മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നബിതങ്ങൾ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ നബിതങ്ങളുടെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആരാണെന്നറിയില്ല, പക്ഷേ നല്ല പരിചയമുണ്ട്. ആ നടന്നു പോകുന്ന മനുഷ്യനെ കാണുമ്പോ നല്ല പരിചയമുള്ള ആളാണ്, പക്ഷേ മുഖം കാണുന്നില്ല, നബിതങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആരാണെന്ന് ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അതാരാണെന്നറിയോ? സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ കറുത്തവനായ അടിമയായ നീഗ്രയായ പാവപ്പെട്ടവനായ ബിലാൽ ഇബ്നു റബാഹ, പടച്ചവനെ ആ ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? യാ റസൂലല്ലാഹ്, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല. ആരോട് ചോദിച്ചാലും ബിലാലിന്റെ പേര് പറയും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ചു ബിലാലിനെ കണ്ടു സ്വഹാബാ. നബിതങ്ങൾ ഇത് പറയുമ്പോ ബിലാൽ തങ്ങളെ നബിതങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. സ്വർഗ്ഗത്തിൽ വെച്ചു കണ്ടു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന ബിലാൽ, ഐന ബിലാൽ, എവിടെ ബിലാൽ, എവിടെ, എവിടെ ബിലാൽ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാൽ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാല്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ അറിയാം ബിലാല്, നിന്റെ പേര് പറഞ്ഞു ബിലാല്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, നീ എന്ത് നന്മയാ ചെയ്യുന്നത്? മലക്കുകൾ നിന്നെ തിരിച്ചറിയാൻ, മലക്കുകൾ നിന്നെ സ്നേഹിക്കാൻ നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ അറിയാഞ്ഞിട്ടല്ല, അല്ലാഹുവേ നമുക്ക് വേണ്ടി പഠിക്കാൻ വിധങ്ങൾ ചോദിക്കുകയാണ്. എന്ത് നന്മയാ നീ ചെയ്യുന്നത്? എന്ത് നന്മയാ നീ ചെയ്യുന്നത്? പറയാൻ ഇഷ്ടമില്ല, എങ്കിലും നബിതങ്ങൾ ചോദിച്ചതാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാ പറയണമല്ലോ. യാ റസൂലല്ലാഹ്, ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. ചെറുപ്പക്കാരാ, പെങ്ങളെ, ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എന്താണ് ബിലാലിന്റെ പ്രത്യേകത എന്നറിയോ? എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാ. ബിലാൽ തങ്ങൾക്ക് എപ്പോഴും ഒളുവുണ്ടാകാറുണ്ട്. ശുദ്ധിയായി നടക്കുന്ന സ്വഹാബിയാണ്. ഒളുവെടുത്ത് കഴിഞ്ഞാ ബിലാൽ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? ശുദ്ധിയായി നടക്കുന്നവര്, ശുദ്ധിയായി നടക്കുന്നവര്, ഒളുവോടുകൂടി നടക്കുന്നവര്, അവര് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു എന്റെ പെങ്ങളോട് പറയുകയാ, വാപ്പയോട് പറയുകയാ, നാളെ മുതൽ ഒളുവെടുക്കുമ്പോ നിനക്ക് ചിന്ത വേണേ. നാളെ മുതൽ ഒളുവെടുക്കുമ്പോ ഈ ചിന്തയോടുകൂടി വേണം ഒളുവെടുക്കാൻ. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒളുവെടുക്കുമ്പോ കരയുകയാ.
കൈകൾ വിറയ്ക്കുകയാണ്. ഒളിവെടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ കൈകാല് വിറയ്ക്കുകയാ, കരയുകയാ. സുഫിയാൻ സൗരി തങ്ങളുടെ നിറം പോലും മാറുകയാണ്. ഇത് കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ കരയുന്നത്, എന്തിനാ കൈകാല് വിറയ്ക്കുന്നത്? ഒളിവെടുക്കാൻ നിൽക്കുമ്പോ ഇതുപോലെ കരയാനുള്ള കാരണം എന്താ? ആ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? വാപ്പാ നിനക്കറിയോ, സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? മക്കളെ, ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. അല്ലാഹുടെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ ഒളിവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ കൈകാല് വിറയ്ക്കാതിരിക്കും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒളിവെടുക്കുമ്പോ നിനക്ക് ആ ബോധമുണ്ടായിട്ടുണ്ടോ? ഒളിവെടുത്തിട്ട് നീ പോകുന്നത് പള്ളിക്കകത്തല്ലേ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാ നിബിതങ്ങൾ പറഞ്ഞല്ലോ, അല്ല ഒരു മറയുമില്ലാതെ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി വേണം നീ നിസ്കരിക്കാൻ. അതുകൊണ്ട് ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. എങ്ങനെ കരയാതിരിക്കും, എങ്ങനെ കരയാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. ജിബ്രീൽ നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾ ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ പ്രവാചകനെ സ്വഹാബത്തിന് മുഴുവനും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഒളിവെടുക്കേണ്ടത് ഇങ്ങനെയാ സഹാബാ. പ്രവാചകൻ അവിടുന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ ആരെങ്കിലും ഒളിവെടുത്താ അവന്റെ പാപങ്ങൾ പൊറുക്കും സ്വഹാബാ. കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. ആ നഖത്തിലൂടെ വീഴുന്ന തുള്ളികളുണ്ടല്ലോ, ആ വെള്ളത്തുള്ളിക്കകത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബ് പുറത്തു തരികയാ. പെങ്ങളെ, നിസാരമല്ല, ചെറുപ്പക്കാരാ, നിസാരമല്ല. മോനെ, ഒളിവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്തണേ, ഒളിവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്തണേ. അലസത കാണിക്കല്ലേ, അലസത കാണിക്കല്ലേ. ഒളിവെടുക്കുന്ന സമയം നീ ഒന്ന് കൈകാലുകൾ കയറ്റി കഴുകണേ. മുട്ടുൾപ്പെടെ കഴുകിയാ മതി, എങ്കിലും മുകളിലേക്കൊന്ന് കയറ്റി കഴുകണേ. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പ്രകാശിക്കും. ചെറുപ്പക്കാരാ, നീ ഒളിവെടുക്കുന്ന സമയത്ത് കേറ്റി കഴുകിയ ഭാഗമുണ്ടല്ലോ, അത് പ്രകാശിക്കുന്ന രീതിയിലാണ് നാളെ പരലോകത്ത് വരുന്നത്. നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമാ, നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമാ. അതുകൊണ്ട് പെങ്ങളെ, ഒളിവെടുക്കണേ മോളെ, അലസതകൾ മാറ്റണേ ചെറുപ്പക്കാരാ. സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കണേ. ഒളിവില്ലാതെ നിസ്കരിക്കുന്നത് പാപമാ, അത് പടച്ച റബ്ബിനെ കളിയാക്കലാ. അല്ലാഹനെ കളിയാക്കിയാ നിന്റെ ആക്കിബത്ത് അല്ലാഹു മോശമാക്കി കളയും. ബാപ്പാ, ചെറുപ്പക്കാരാ, അല്ലാഹനെ
കളിയാക്കല്ലേ മോനെ. മരണസമയത്ത് അള്ളാഹു നിന്നെ കളിയാക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങള് എപ്പോഴും ശുദ്ധിയായി നടക്കണേ ചെറുപ്പക്കാരാ. മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് നീ ചെയ്യണേ. നിസാരമായി കാണരുത്, നിസാരമായി കാണരുത്. അലംഭാവം കാണിക്കരുത്, വൃത്തിയില്ലാതെ നടക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഒരു ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ആ ഖബറിനകത്ത് അദാബ് നടക്കുന്ന സ്വഹാബാ, ആ ഖബറിനകത്ത് ശിക്ഷയാ സഹാബാ. എന്തു പാപം ചെയ്തതിന്റെ പേരിലെന്നറിയോ? നിസാരമായി ചെയ്ത് നമ്മൾ നിസാരമായി കാണുന്ന രണ്ട് തെറ്റുകൾ ചെയ്തതിന്റെ പേരിലാണ്. ഒന്ന്, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കാത്തതിന്റെ പേരിലാ. രണ്ട്, ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടന്നവനാ. ഇതൊക്കെ നമ്മൾ നിസാരമായി കാണുന്ന പാപമാ. വായി തോന്നുന്ന കഥകൾ പറയുമല്ലോ, ഇല്ലാ കഥകൾ പറയുമല്ലോ. സിനിമയുടെ തിരക്കഥകൾ പോലും വെല്ലുന്ന രീതിയിൽ പുതിയ പുതിയ തിരക്കഥകൾ നമ്മൾ പരത്തുന്നവരല്ലേ, പറഞ്ഞു നടക്കുന്നവരല്ലേ. നിസാരമല്ല സഹോദരാ, പെങ്ങളെ ചെറിയ പാപമൊന്നുമല്ല. രക്ഷപ്പെടുമെന്ന് കരുതണ്ട, രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാ, വലിയ അശുദ്ധിക്കാരിയായ കുളിക്കാമല്ലാത്ത മടിയാണ്. രാവിലെ എഴുന്നേറ്റ് തണുപ്പത്ത് കുളിക്കാൻ മടിയാണ്. അങ്ങനെ കുളി നീളുകയാണ്. പിന്നെ പടച്ചവനെ വിചാരിച്ചു നാസ്തയുണ്ടാക്കണമല്ലോ, മക്കളെ മദ്രസയിൽ വിടണമല്ലോ, സ്കൂളിൽ വിടണമല്ലോ. കുളി ഇങ്ങനെ നീളുകയാ. മലക്കുകൾ ശപിക്കും പെണ്ണ്. വലിയ അശുദ്ധിക്കാരായാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കുളിക്കണേ. കുളി നീട്ടരുത്, കുളി നീട്ടരുത്. അശുദ്ധിക്കാരായി നിങ്ങൾ വെറുതെ നടക്കരുത്. അള്ളാന്റെ മലക്കുകളുടെ ശാപമുണ്ടാകുമെന്നാണ് പെങ്ങള്. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കൂ. അല്ലെങ്കിൽ പടച്ചവനെ നിസ്കരിക്കേണ്ട സമയമായി, കുളിക്കു പെങ്ങള്. എന്നിട്ട് നീ നമസ്കരിക്കൂ. എന്റെ പെങ്ങളോട് പറയുകയാ, ബിലാൽ എന്ന് പറയുന്ന സ്വഹാബി ചെയ്ത നന്മ എന്തെന്നറിയോ? എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാ, ശുദ്ധിയായി നടക്കുന്ന സ്വഹാബിയാ. അതുകൊണ്ട് പറയുകയാ, നിസ്കരിക്കുമ്പോ മാത്രമല്ല ഒളുവെടുക്കേണ്ടത്, എപ്പോഴും ഒളുവോടുകൂടി നടക്ക്. കഴിവിന്റെ പരമാവധി ഒളുവോടുകൂടി നടക്ക്. ചെറുപ്പക്കാരാ, ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമല്ലോ, ഇന്ന് ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ. നിസ്കരിക്കുമ്പോ മാത്രമല്ല ഒളു വേണ്ടത്, ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രമല്ല, ഉറങ്ങുമ്പോഴും ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ. ഉറങ്ങുമ്പോഴും ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ. കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യന് ഒളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. നീ എഴുന്നേക്കുന്നത് വരെ, നേരം വെളുക്കുന്നത് വരെ ആ മലക്ക് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. മൻബാത്ത താഹിറുൻ ബാത്ത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖളു സൈഅതൻ മിൻ ലൈൽ. നബി തങ്ങൾ പറയുകയാണ്, സുബ്ഹി വരെ നിനക്ക് ദുആ ചെയ്യുകയാ. ഒളുവോടുകൂടി കിടന്നുറങ്ങുന്നവന്റെ തലഭാഗത്ത് നിന്നിട്ട് സുബ്ഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒളുവോടുകൂടി വേണം കിടക്കാൻ. ഒളുവില്ലാതെ ഉറങ്ങല്ലേ വാപ്പാ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ. കാരണം ഒളുവെന്ന് പറഞ്ഞാൽ, ഉറക്കമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നീ കിടക്കുമ്പോ പറയാറുണ്ടല്ലോ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. ഉറക്കമെന്ന് പറഞ്ഞാ മരണമാടാ പൊന്നുമോനെ. വാപ്പാ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അൽഹംദുലില്ലാ പറയുന്നത് എന്തിനാ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ.
പടച്ചവനെ എനിക്ക് ജീവിക്കാൻ ഒരു ദിവസം കൂടെ അവസരം തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പറയുകയാണ്, ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലിയാണ്. മോനെ, മരിക്കുമ്പോഴും ഒളുവെടുത്തിട്ട് കിടന്നിട്ട് വേണം മരിക്കാൻ. മരിക്കുമ്പോഴും ഒളുവോടുകൂടി വേണം മരിക്കാൻ. ഒളുവോടുകൂടി വേണം മരിക്കാൻ. അതുകൊണ്ടാണ് രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് ഒളുവെടുപ്പിക്കാറുണ്ടല്ലോ. ഒളുവെടുത്തിട്ട് വേണം മരിക്കാൻ. ഒളുവോടുകൂടി വേണം മരിക്കാൻ. അങ്ങനെ മരിച്ചാ വരും ചെറുപ്പക്കാരാ, ഒളുവോടുകൂടി മരിക്കണേ ഉമ്മ. ഒളുവോടുകൂടി വേണം മരിക്കാൻ. ഒളുവോടുകൂടി മരിച്ചാ കിട്ടുന്ന പ്രതിഫലം അതാ അസ്റായിൽ മാത്രമല്ല ഒരതിഥി കടന്നു വരികയാണ്. ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ജിബ്രീൽ വരും അപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് കടന്നുവന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാണ്. ജിബ്രീലിനെ കണ്ടുകൊണ്ട് മരിക്കാം, ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ മരിക്കാം. അല്ലാഹുവേ, അങ്ങനെ ഉള്ള ഒരു മരണം തരണേ അല്ലാഹ്. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. ഉറക്കം പറ, അല്ലാഹു പെടുത്തുമാറാകട്ടെ, അല്ലാഹു പെടുത്തുമാറാകട്ടെ. നമ്മൾ മരിച്ചാലും അവര് നമ്മുടെ കൂടെ വരും, നമുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യും. ഇതൊക്കെ എടുത്തിയപ്പോ എല്ലാം കൂടെ ഇവിടെ വന്നിട്ട്, സഫീറ നീ ആ ലൈറ്റ് ഓഫ് ആക്കിയപ്പോ എല്ലാം ഇവിടെ വന്നു. എടാ, അത് അങ്ങോട്ട് വെച്ചാൽ മതി. ആ ലൈറ്റ് ആ കാറിന്റെ ഭാഗത്തേക്ക് പോയി, അപ്പൊ ഉള്ളതെല്ലാം അങ്ങോട്ട് പൊക്കോളൂ. ഇത് ഓഫാക്കണ്ട. നിങ്ങൾ ചിരിക്കല്ലേ, കുഴപ്പമില്ല. ഉറുമ്പ് കടിച്ചാലും അള്ളാഹു പാവം പൊറുക്കുന്ന. ഒരു ഉറുമ്പിന്റെ കടി കാലിലൊരു മുള്ളു കൊണ്ടാലും ആ വേദനയ്ക്ക് വരും. പടച്ചവനെ, മൈക്കിനകത്ത് വരെ നിരന്നിരിക്കട്ടാ, കുഴപ്പമില്ല. കബറിൽ പോകുമ്പോ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എടാ, ആ ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു വെച്ചേരെ. എന്തേ അവന്മാര്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ. അവന്മാര് കേറും ഇറങ്ങും, സിറാത്ത് കയറൂല്ലേ. ശരി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം മലക്കുകൾക്ക് പരിചയമുള്ളവരാരാ? ഈ നാട്ടുകാർക്ക് ചിലപ്പോൾ നിന്നെ അറിയണമെന്നില്ല, അതിലൊന്നും കാര്യമില്ല. അള്ളാന്റെ മലക്കുകൾക്കറിയാം നിന്റെ പേര്, നിന്റെ വീട്, നിന്റെ ശബ്ദം. അൽഹംദുലില്ലാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ മനുഷ്യനാരാ? സഹോദരിമാരൊക്കെ ഇരുന്നു, ഇത്തിരി വെള്ളം തന്നെ. അതിനകത്തും പ്രാണിയാവാം. ആ, കുഴപ്പമൊന്നുമില്ല, ഇരുന്നോ. കടിയൊക്കെ ഇത്തിരി കൊള്ളു. താത്താമാരൊക്കെ ഇരുന്ന് വീശുന്നു. ചൂടാ, സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അബൂദർ തങ്ങൾ ചിന്തിച്ചു, പടച്ചവനെ, നബിതങ്ങൾ എന്തോ വലിയ ഒരു ചർച്ചയിലാണ്. സലാം പറയണ്ട, ഇടയിൽ കയറിയിട്ട് സലാം പറഞ്ഞാൽ പ്രവാചകന് പ്രയാസമായാലോ. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടാതെ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വഴിയിലൂടെ മിണ്ടാതെ നടന്നു പോകുമ്പോ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീലാണ് പറയുന്നത്, ആ പോകുന്നത് അബൂദർ അല്ലേ? സലാം പറഞ്ഞില്ലല്ലോ. സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. കാരണം ജിബ്രീലാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, ഈ നാട്ടുകാർക്ക് പോലും അബൂദറിന് വലിയ പരിചയമില്ല. ഈ നാട്ടുകാർക്ക് പോലും അബൂദറിന് വലിയ പരിചയമില്ല. പിന്നെ എങ്ങനാ നിനക്കറിയുന്നത്? പിന്നെ എങ്ങനാ നിനക്ക് പേരറിയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നിനക്കെങ്ങനെ അറിയാ ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും, ഈ നാട്ടുകാർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാ നബിയേ. ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി, ഏഴാകാശത്തിൽ ജീവിക്കുന്ന, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. എല്ലാ മലക്കുകൾക്കും അബൂദറിനെ അറിയാം. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് ജിബ്രീൽ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണമെന്താ? മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ളവരെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. ആ സ്വഭാവമുള്ളവരെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. ഏത് സ്വഭാവമാണെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, ആ സ്വഹാബി ഒരു പരിത്യാഗിയായ സ്വഹാബിയാ. ആ സ്വഹാബി ഒരു പരിത്യാഗിയായ സ്വഹാബിയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു. ദുനിയാവിനെ ഇഷ്ടമല്ല, ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ ദുനിയാവിനെ കൈവെടിഞ്ഞു, ആഖിറത്തെ ഇഷ്ടപ്പെടാൻ തയ്യാറായി. സമ്പത്തിനോട് ആഗ്രഹമില്ല, അധികാരത്തോട് ആഗ്രഹമില്ല. പടച്ചവനെ ദുനിയാവിന്റെ ആഡംബരങ്ങളോട് ആഗ്രഹമില്ല. പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതം, അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ദുനിയാവ് നിസാരമാണ്. ദുനിയാവിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് നബിയേ അബൂദറിനെ മലക്കുകൾ ഇഷ്ടപ്പെട്ടതെന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിക്ക് ദുനിയാവിന് വെറുപ്പായിരുന്നു, ആഖിറത്തോട് ഇഷ്ടമായിരുന്നു. നമുക്കാണെങ്കിലോ ആഖിറത്തോട് നമുക്ക് വെറുപ്പാട്, ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ ദുനിയാവ് മതി, അധികാരം മതി, സമ്പത്ത് മതി, അടിച്ചുപൊളി മതി. പടച്ചവനെ നമുക്ക് മരണവും ഖബറും നരകവും പരലോകവും ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഉസ്താദേ. എവിടെ പോയാലും മരണമാണ്.
എവിടെ പോയാലും മരണവും ഖബറും നരകവുമല്ലാതെ വേറെ ഒന്നുമില്ല. എപ്പോ നോക്കിയാലും ഇത് തന്നെയല്ലേ. പടച്ചവനെ പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല, പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. നമുക്ക് ദുനിയാവ് മതിയടോ, നമുക്ക് ദുനിയാവ് മതിയടോ. ഉസ്താദേ, ജീവിതം ആസ്വദിക്കാറുള്ളതാണ്, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് ദുനിയാവ് വേണ്ടായിരുന്നു മോനെ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനാണ്. ഒന്നും കരുതി വെക്കാറില്ല, ഒന്നും കൂട്ടി വെക്കാറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങളൊന്നും കൂട്ടി വെക്കാൻ പാടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പിന്നെ ഒന്നും കൂട്ടി വെക്കാറില്ല. എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന സ്വഹാബിയ. ഒന്നും കയ്യിൽ വെക്കാറില്ല. അങ്ങനെ വെക്കുന്നവരെ ഇഷ്ടവുമല്ല, അങ്ങനെ വെക്കുന്നവരെ ഇഷ്ടവുമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഓരോ വീടിന്റെ മുറ്റത്ത് ചെന്ന് നിന്ന് വഅദ് പറയുമായിരുന്നു, നിങ്ങളൊന്നും കൂട്ടിവെക്കല്ലേ, നിങ്ങളൊന്നും കൂട്ടിവെക്കല്ലേ. നാളെ ഇതെല്ലാം പരലോകത്ത് നിങ്ങളുടെ ചുമലിലേക്ക്, നിങ്ങളുടെ കഴുത്തിലേക്ക് നരകത്തിന്റെ തീയായി മാലകളായി നിങ്ങളുടെ കഴുത്തിലേക്ക് ഇടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു, നബിയേ സഹിക്കുന്നില്ല നബിയേ. എപ്പോ നോക്കിയാലും ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. അബൂദർ റളിയല്ലാഹു തആല അൻഹു ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ദുനിയാവിനെ ഇഷ്ടമായിരുന്നില്ല. സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല, അധികാരം വേണമെന്ന് ആഗ്രഹമില്ല, കൊട്ടാരം പണിയണമെന്ന് ആഗ്രഹമില്ല, അടിച്ചു പൊളിക്കണമെന്ന് മോഹമില്ല. ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണം. ആ ഒരാഗ്രഹം മാത്രമേ അബൂദറിനുള്ളൂ. അതുകൊണ്ട് പടച്ചവനെ, അബൂദർ ഇങ്ങനെ വഅദ് പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബൂദറിനെ വിളിച്ച് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയല്ലേ പറഞ്ഞത് നിങ്ങൾ കൂട്ടിവെക്കാൻ പാടില്ലെന്ന്. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം കടന്നു വന്നു. അബൂദറിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. സ്വഹാബികൾ മഹാനായ അബൂബക്കർ തങ്ങളുടെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞു. അബൂബക്കർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ റസൂലൊന്നും പറയാത്തത് കൊണ്ട് ഞാനും പറയൂല. അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ തങ്ങൾ ഖലീഫയായി. അപ്പോഴും അബൂദർ ഇതുപോലെ വഅദ് പറയുകയാ. ഉമർ തങ്ങളും ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങൾ ഖലീഫയായി, ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. അബൂദറിനെ കുറിച്ച് പരാതിയായപ്പോ സഹിക്കാൻ കഴിയാതെ ഫിത്ന ഭയന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാ. അബൂദർ നിങ്ങളെ നാട് കടത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് നമ്മൾ പറയുന്നത്. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉമ്മമാര് മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പണമുണ്ടാക്കണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മോനെ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഒരു ഉമ്മ കൊടുക്കുന്ന ഉപദേശമാ, ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ടാണ് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. നീയല്ലേ പറഞ്ഞു കൊടുത്തത് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്? അപ്പൊ എളുപ്പവഴിയിൽ പണമുണ്ടാക്കാനെന്ന് കഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ ഉപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പറയും,
എനിക്ക് മുട്ടായി വേണം ബാപ്പാ, എനിക്ക് കളിപ്പാട്ടം വേണം ബാപ്പാ, എനിക്ക് സിപ്പപ്പ് വാങ്ങിത്തരണം ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് മുട്ടായിക്ക് വേണ്ടി കരയുന്നവരാ. അത് പണ്ടായിരുന്നടോ, അത് പണ്ടായിരുന്നടോ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവര് വാപ്പാടെ അടുക്കൽ വന്ന് മുട്ടായി വേണമെന്ന് പറയുകയില്ല, ഉമ്മാന്റെ അടുക്കൽ വന്ന് മുട്ടായി വേണമെന്ന് പറയുകയില്ല. ഇന്നത്തെ കുട്ടികൾ പറയുന്നത് വാപ്പാ പൈസതാ, വാപ്പാ പൈസതാ. എല്ലാവർക്കും പൈസ മതിയടോ, എല്ലാവർക്കും പണം മതിയടോ. എന്തുകൊണ്ടാണ് പിഞ്ചുമക്കള് പോലും പൈസ ചോദിക്കാനുള്ള കാരണം? അവരെ പഠിപ്പിച്ചത് അങ്ങനെയായതുകൊണ്ടാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്താ? പെങ്ങളെ, പണത്തിനോട് ത്രാർത്തി എന്തിനാ പൊന്നുമോളെ? പണം ഒരുപാട് കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? ഹലാല് നോക്കാറില്ല, ഹറാമു വാരിക്കൂട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പണമുണ്ടാക്കാൻ പലിശ കച്ചവടം നടത്തുന്നവരില്ലേ, ലോട്ടറി കച്ചവടം നടത്തുന്നവരില്ലേ, പടച്ചവനെ ഹറാമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരില്ലേ? പെങ്ങളെ, സ്വർഗം വേണമെന്ന് പറയുന്നവളല്ലേ, സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവളല്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബി വനിതകളോട് പറയുകയാ, പെണ്ണുങ്ങളെ, സ്വർഗത്തിന്റെ അവകാശിയായ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ബലായ റസൂലല്ലാഹ്. ആരാണ് നബിയേ? എല്ലാവരും ഞാനായിരിക്കും, ഞാനായിരിക്കും, എൻ്റെ പേരായിരിക്കും നബിതങ്ങൾ പറയുന്നതെന്ന് കരുതിയിട്ട് എല്ലാരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, ആ പോകുന്ന പാവപ്പെട്ടവളായ പെണ്ണിനെ കണ്ടോ? വിറകുവെട്ടുകാരന്റെ ഭാര്യയാണ്. ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവള് സ്വർഗത്തിലാണെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബി വനിതകൾ ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുകയാ. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, സദക്ക കൊടുക്കാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. നീ പ്രത്യേകമായിട്ട് വല്ല നന്മയും ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഇന്നത്തെ സഹോദരിമാര് പഠിക്കണേ. ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുമിക്കാ, വൈകുന്നേരം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കൊടുക്കുന്ന ഉപദേശം, ഹറാമായ പണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ, ഹറാമായ ഭക്ഷണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ. പട്ടിണി കിടക്കാൻ തയ്യാറാ, പട്ടിണി കിടക്കാൻ തയ്യാറാ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് അല്ലാഹു ആ പെണ്ണിനെ സ്വർഗം കൊടുത്തത്. പക്ഷേ ഇന്നത്തെ സഹോദരിമാർക്കതറിയില്ലടോ. എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. പടച്ചവനെ, അവര് ഭർത്താവിനെ കാണുന്നത് ATM പോലെയാണ്, മക്കള് വാപ്പാനെ കാണുന്നത് ATM പോലെയാണ്. പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ നമ്മുടെ ഉമ്മ പറയും, മോനെ, ഭക്ഷണം കളയല്ലേ, ഇത് അല്ലാഹു നൽകിയ വലിയ ഒരു നിഅമത്താ.
ഇത് വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇത് വാപ്പ ഉറക്ക വടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇത് കളയല്ലേ എന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നാ ഇന്നത്തെ ഉമ്മമാര് പറയാറില്ല. അവർക്കറിയില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ട് എന്റെ വാപ്പമാരോട് പറയുകയാ, ഉപദേശിക്കണം വാപ്പാ. നാട്ടുകാരെയല്ല, നിന്റെ പൊന്നാര മക്കളെ നീ ഉപദേശിക്കണേ. നിന്റെ ജോലി എന്താണെന്ന് പറയണേ, നിന്റെ സാലറി എന്താണെന്ന് പറയണേ, നിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് പറയണേ, നീ ജീവിച്ചു വന്നത് എങ്ങനെയാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. മഹാനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയെ പോലെയാകണം ഒരു വാപ്പ. ആ സ്വഹാബിയെ പോലെയാകണം ഒരു വാപ്പ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നാട് കടത്തിയിരിക്കുകയാണ്. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്കൊരു കുടില് കെട്ടിയിട്ട് ജീവിക്കുകയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അവിടെ ജീവിക്കുമ്പോഴാണ് തന്റെ മരണം ഇങ്ങനെ അടുക്കുന്നത്. മരണമടുത്തൊന്ന് മനസ്സിലാകുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെയും ഭാര്യയെയും വിളിക്കുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കൂട്ടിവെച്ചിട്ടില്ല, ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, ഉപ്പയോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉപ്പാനെ ആരാണ് ഖബറടക്കുന്നത്, ആരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുവെക്കണം മക്കള്. മക്കയിൽ നിന്ന് ജനങ്ങൾ പോകുന്ന വഴിയോരത്ത് കൊണ്ടുപോയി എന്റെ ജനാസ നിങ്ങൾ വെക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. കഴിഞ്ഞു വരുന്നവരെ കാണാം. അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് എന്റെ ജനാസ ഒന്ന് പൊതിഞ്ഞു കബറടക്കാ പറഞ്ഞാ മതി മക്കളെ. അബൂദർ തങ്ങൾ പറയുകയാണ്, ലോകത്തോട് വിട പറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു. മക്കൾ ഉപ്പാന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അബൂദർ തങ്ങൾക്ക് 3 പെൺമക്കളാ. അബൂദർ തങ്ങൾക്ക് 3 പെൺമക്കളായിരുന്നു. ആ മക്കൾ ഉപ്പാടെ ജനാസ എടുത്തു, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് മാറി നിൽക്കുകയാ. അതാ ഉപ്പ പറഞ്ഞതുപോലെ ഒരു സംഘം വരികയാണ്. 30ഓളം പേരുള്ള ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാണ്. അബൂദർ തങ്ങളുടെ പെൺമക്കൾ മാറി നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞു കബറടക്കണേ. പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോ പടച്ചവനെ സംഘം അവിടെ ഇറങ്ങുകയാണ്. ആരാണ് നേതാവെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, ഇതാരാ അല്ലാ, ആരാരുമില്ലാതെ കിടക്കുന്ന ഈ സ്വഹാബി ആരാ അല്ലാ. സൽമാൻ തങ്ങൾ അവിടെ നിന്ന് ചെന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണിയെങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാ കിടക്കുന്നതെന്നറിയോ? മഹാനായ അബൂദറുൽ ഗഫാരി
റളിയല്ലാഹു തആല അൻഹു സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാ, എന്റെ നബിതങ്ങൾ പറഞ്ഞത് സത്യമാണ്. അബൂദറിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് അവസാനം യുദ്ധത്തിന് വരുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂദറേ, നീ ഒറ്റയ്ക്കാണ് മരിക്കുന്നത്, ഒറ്റയ്ക്കാണ് കബറടക്കുന്നത്, നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് ഒറ്റയ്ക്കാ അബൂദറേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിച്ച സ്വഹാബിയാണ് അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അള്ളാന്റെ മലക്കുകളെ സ്നേഹിച്ചത്.